അപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയി വരുന്ന ഒരു സാധനമാണ് ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി എന്താണ് ടൈപ്പോഗ്രഫി എന്നുള്ളതിനെ കുറിച്ച് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ അതിൽ നമ്മുടെ ടൈപ്പോഗ്രഫി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നോ എങ്ങനെ ചെയ്തെടുക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഫോട്ടോസിലാണെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ ടൈപ്പോഗ്രഫി വീഡിയോസിലേക്ക് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇൻഫിനിറ്റി പെയിൻറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു ബ്ലാങ്ക് ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൻ്റെ ഡയമെൻഷൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്യാൻവാസിൻ്റെ തൊട്ട് താഴെ ആയിക്കൊണ്ട് നമുക്കൊരു ടൂൾ ബാർ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ടൂൾ ബാറിൽ നമുക്ക് ഒരു 6 ടൂൾസ് അവൈലബിൾ ആണ്. ഇതിൽ ആദ്യത്തെ ടൂളായിട്ടുള്ള ബ്രഷ് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രഷസ് അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് സ്റ്റൈൽസും ഉണ്ട്. അതിനകത്ത് നമുക്ക് കാലിഗ്രഫി, പെന്ന്, പെൻസിൽ അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ടോണിംഗ് എന്ന് പറയുന്ന ഈ ഒരു ബ്രഷാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, അതേപോലെ ബ്രഷിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സൈസ് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എഴുതുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് കടലോരം എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് എനിക്കിതൊന്ന് ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഈ താഴെ കാണുന്ന അൺഡു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. അല്ലെങ്കിൽ എറേസർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എറേസ് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതുന്ന ടെക്സ്റ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, കടലോരം എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ഇനി നമുക്കിത് ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലുള്ള 3 ഡോട്ട്സ്, ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ പുതിയൊരു വിൻഡോ വരും. ആ വിൻഡോയിൽ നമുക്കതിൻ്റെ ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനേബിൾ ചെയ്യണോ ഡിസേബിൾ ചെയ്യണമെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ നമ്മളിവിടെ ബിഎനിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആ ഒരു ടൈപ്പോഗ്രഫിയുടെ PNG ഇമേജ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആഡ് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള ആ ഒരു ഇമേജ് ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ആ ഒരു ടെക്സ്റ്റ് വേണ്ടത് ആ ഭാഗത്തേക്ക് അതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ചെയ്യാം. അതിൻ്റെ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതേപോലെ തന്നെ എവിടെ വേണോ അങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലെൻഡിങ് ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഓവർലേ എന്ന് പറഞ്ഞാൽ ബ്ലെൻഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫോർഗ്രൗണ്ടിനും ബാക്ക്ഗ്രൗണ്ടിനും അഡാപ്റ്റബിൾ ആയിട്ടുള്ള ബ്ലെൻഡിങ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതിപ്പോൾ എപ്പോഴും ഓവർലേ തന്നെ ആവണമെന്നില്ല, നമുക്ക് ഡാർക്കണോ ലൈറ്റണോ ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഇതിനൊരു ഇനാനിമേഷൻ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടൈപ്പോഗ്രഫിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മോഷൻ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇനാനിമേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഗ്രേഡിയൻ്റ് എന്ന ആനിമേഷൻ കൊടുക്കുകയാണ്. അതിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു ആനിമേഷൻ ചെയ്യുന്നതിലൂടെ ലെറ്റർ ബൈ ലെറ്റർ നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഔട്ട് ആനിമേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു തിരമാലയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് തിരമാലയായിട്ട് ടച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കീ ഫ്രെയിം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു ടൈപ്പോഗ്രഫി ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീ ഫ്രെയിം എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് മാസ്ക് എന്ന ഓപ്ഷൻ ഉണ്ട്. മാസ്ക് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ലീനിയർ മാസ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈന് കൃത്യമായിട്ട് ആ ഒരു തിരമാലയ്ക്ക് പാരലായ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ലൈനിൻ്റെ 2 സൈഡിലായിക്കൊണ്ട് 2 ആരോസ് കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ആരോസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സ്മൂത്ത്നെസ്, അതായത് ആ മാസ്കിങ്ങിന് എത്ര സ്മൂത്ത്നെസ് വേണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആനിമേഷന് വേണ്ടിയിട്ട് അതിൻ്റെ കീ ഫ്രെയിം സെറ്റ് ചെയ്ത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ എൻഡിങ് പോയിന്റിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ എൻഡിങ് പോയിന്റിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്യുക. തിരമാല എവിടെയാണ് ആ ഒരു ടെക്സ്റ്റ് കഴിഞ്ഞ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കീ ഫ്രെയിം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മൾ ആ ഒരു മാസ്ക് ഓപ്ഷൻ എടുക്കുക. ആ ഒരു ലൈന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരമാലയ്ക്ക് പാരലായിക്കൊണ്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്മൂത്ത്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ആനിമേഷൻ എഫക്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇത് അക്യുറേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്തുകൊണ്ട് ഇടയ്ക്ക് 2-3 കീ ഫ്രെയിം കൂടെ സെറ്റ് ചെയ്തിട്ട് എവിടെയാണോ തിരമാല ഉള്ളത് ആ ഒരു സൈഡിലേക്ക് ആ ഒരു ലൈന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ഒന്നുകൂടെ ടിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് ഈ ഒരു എഫക്റ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ മേലുള്ള എക്സ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോർമാറ്റിൽ ഇതാണ് എക്സ്പോർട്ട് ചെയ്തെടുക്കുക. ഓക്കെ ബൈ.